സുഹൃത്തുക്കളെ, ഞാൻ സുദാസ് കണ്ണോത്ത്, തളിപ്പറമ്പ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. സാധാരണ വീഴ്ചകളും പരാജയങ്ങളും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. കുതിരപ്പുറത്തു നിന്നുള്ള വീഴ്ച ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായി മാറിയത് മിനിഞ്ഞാന്ന് ആദ്യമായാണ്. കഴിഞ്ഞ 18-ാം തീയതി ഫാമിലിയുമായി കാശ്മീരിലേക്ക് ഒരു യാത്ര നടത്തി. 3 ദിവസവും കാശ്മീരിലെ വളരെ നല്ല സ്ഥലങ്ങളെല്ലാം കണ്ടു. അവിടുത്തെ സുബീർ എന്ന കാർ ഡ്രൈവറും നമ്മളൊപ്പം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ കാണിച്ചു തന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം പെഹൽഗാമിലേക്ക് നമ്മുടെ സുബീർ കൊണ്ടുപോയി അവിടെ നല്ലൊരു ഹോട്ടലിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ഏകദേശം 10-11 മണിയാവുന്ന സമയത്ത് തന്നെ പെഹൽഗാം ഒരു പോണി യാത്ര നടത്താനുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ കാർ സ്റ്റാൻഡിലേക്ക് എത്തി. അവിടുത്തെ 1-2 സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം 12:30 ആകുമ്പോഴേക്കും പോണി യാത്ര നടത്തി. ഒരാൾക്ക് 2600 രൂപ, അതായത് 2 പേർക്കും കൂടെ 5200. മകന് ചെറിയ ശാരീരിക അസ്വാസ്ഥ്യമായതുകൊണ്ട് അവൻ വന്നില്ല, കാർ തന്നെ റെസ്റ്റ് എടുക്കുക ചെയ്ത്. നമ്മൾ രണ്ടാണ്, ഞാനും ഭാര്യ പ്രീതിയും ഈ പോണിയിൽ വളരെ ദുർഘടം പിടിച്ച യാത്രയിൽ പോണി യാത്ര തുടങ്ങി. മുകളിൽ വളരെ സ്വർഗീയ സുന്ദരമായ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പോയേ പറ്റൂ, അത്ര ഭംഗിയേറിയ സ്ഥലമാണ് എന്ന് സുബീർ പറഞ്ഞതുകൊണ്ടാണ് ശരിക്ക് ഇതിന് തുനിഞ്ഞത് തന്നെ. അങ്ങനെ മുകളിലേക്ക് വിഷമം പിടിച്ച ചളിയും പാറക്കെട്ടുകൾക്കും ഇടയിലൂടെ കുതിര പുറത്ത് വിഷമിച്ച് അവിടെ ചെന്നെത്തിയെങ്കിൽ പോലും ആ സ്ഥലത്ത് കയറുന്നതിന് മുമ്പേ നമ്മൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് ഒരു ചളി നിറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. കുതിര ചാണകവും ചളിയും ചതുപ്പും നിറഞ്ഞ ഒരു വല്ലാത്ത സ്ഥലത്ത് അതിലൊരു ചെറിയ കല്ലുണ്ട്. ആ കല്ല് ചവിട്ടി വേണം വേറെ സ്റ്റെപ്പ് കയറി ഈ സ്ഥലത്തെത്താൻ. ഈ കല്ലിൽ ചവിട്ടാൻ കുതിരക്കാരൻ പറഞ്ഞ സമയത്ത് തന്നെ ദേഹം മുഴുവൻ ഇടതുഭാഗത്തേക്ക് ചരിച്ച് കല്ലിലേക്ക് ചവിട്ടാൻ തുനിഞ്ഞ സമയത്ത് കുതിര ഒന്ന് തെന്നി മാറി, കാല് തെറ്റി ഇടറി താഴെ വീണു. ശരീരത്തിൽ കോട്ടും ഷൂസും ശരീരം മുഴുവൻ ഈ ചളി പറ്റി മുഴുവൻ വൃത്തികേടായി എന്നത് ആകെ ബുദ്ധിമുട്ടാക്കി. അതിനുശേഷം ഇത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ലക്ഷ്യം. ഈ പുൽമേടുകളിലേക്ക് പോയി അവിടെ കുറച്ച് ദൂരെ അരുവിയുണ്ടെന്ന് കുതിരക്കാരൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് കുറച്ച് മാറി ഒരു 200 മീറ്ററോളം നടന്ന് പൈൻമരങ്ങൾക്കിടയിലുള്ള ഒരു അരുവി കണ്ടെത്തി. ആ അരുവി കടന്നെത്തണമെങ്കിൽ തന്നെ ഇരുമ്പ് വേലി മുഴുവൻ വേലിയുണ്ട്. ആ വേലി അതിർത്തി കടിയിലൂടെ നുഴഞ്ഞ് വേണം, ഒറ്റ സ്ഥലം മാത്രമാണ് നുഴഞ്ഞു പോകാനുള്ളത്. ആ നുഴഞ്ഞ് അരുവിയിലെത്തി ഡ്രസ്സ് മുഴുവൻ അഴിച്ച് വൃത്തിയാക്കി കോട്ടും ഷൂസും എല്ലാം മാറ്റി ഒഴിവാക്കി ടീഷർട്ടും പാൻറ്റും മാത്രം ധരിച്ച് നനഞ്ഞ ഡ്രസ്സോടു കൂടിയാണ് വന്നത്. അവിടെ കാണാൻ പല നല്ല സിപ്പ് ലൈൻ മറ്റ് ആസ്വദിക്കാനുള്ള പലവിധ സംഗതികളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ചിലവഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല സൗകര്യങ്ങളും സംഗതികളും ഉണ്ട്. പ്രത്യേകിച്ച് കുടുംബമായി പോയി കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടും റീൽസ് എടുക്കാനും മറ്റുമല്ലായി. പക്ഷേ മാനസികമായ ഒരു തളർച്ച, ഒരു മൂഡ് ഔട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ വെറും ചായ മാത്രം കുടിച്ച് മടങ്ങാനാണ് തീരുമാനിച്ചത്. മടങ്ങി ഈ കുതിരപ്പുറത്ത് തന്നെ താഴേക്ക് വന്ന് ഉടൻ ഒന്ന് ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയ സമയത്ത് തന്നെ കാർ ഡ്രൈവർ പറയുന്നതിന് മുമ്പേ മിലിറ്ററി വാഹനങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നത് കണ്ടു. ആ സമയത്ത് അത് കാർ ഡ്രൈവർ വന്ന് പറഞ്ഞു, ചെറിയ പ്രശ്നമുണ്ട്, പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് പൂർത്തിയാക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യും. സുഹൃത്തുക്കളെ, ഇത്തരത്തിലെ ചില വീഴ്ചകളാണ് നമ്മുടെ പല സ്ഥലത്തു നിന്ന് രക്ഷിക്കുന്നത് എന്നുള്ളത്. പലരും ആശങ്കയോടെ വിളിച്ച് സുഖാന്വേഷണം അവസ്ഥയും അന്വേഷിച്ച സമയത്തെല്ലാം ഇത് പറയാൻ മാത്രമേ മറുപടി ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ ഭീകരവാദികൾ എന്തിനാണ് വിനോദസഞ്ചാരികളെ വെടിവെച്ചിട്ടത് എന്നുകൂടി എനിക്ക് കൃത്യമായി പറയാനുണ്ട്. അതിന് തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ കാണുമല്ലോ.